ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് കീഴടങ്ങുക 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 എന്നുള്ള ഒരു വാർത്ത. ബൈബിൾ ഇതിനെ വ്യക്തമായിട്ട് പറയുന്നൊരു കാര്യമുണ്ട്. അത് മാനുഷികമായ ഒരു കീഴടങ്ങലിനെ കുറിച്ചല്ല പറയുന്നത്, ആത്മീകമായ ഒരു കീഴടങ്ങലിനെ കുറിച്ച് പറയുന്നുണ്ട്. ഞാൻ ആ വാക്യത്തിലേക്കൊന്ന് പോവുകയാണ്. ബൈബിൾ വാക്യം യാക്കോബിൻ്റെ ലേഖനം, പുതിയ നിയമത്തിൽ യാക്കോബിൻ്റെ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യം മുതൽ എഴുതിയിരിക്കുന്നത്. എന്നാൽ അവൻ അധികം കൃപ നൽകുന്നു. ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യമാണ്, ദൈവത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. എന്നാൽ അവൻ എന്ന് പറഞ്ഞാൽ ദൈവം അധികം കൃപ നൽകുന്നു. അതുകൊണ്ട് ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു, താഴ്മയുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. എന്നിട്ട് 7-ാം വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവിൻ, പിശാചിനോട് എതിർത്ത് നിൽപ്പിൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. ദൈവത്തോട് അടുത്ത് ചെല്ലുവിൻ, എന്നാൽ അവൻ നിങ്ങളോട് അടുത്ത് വരും. വളരെ സന്തോഷവും സമാധാനവും ഉണ്ടാക്കുന്ന ഒരു വാക്യമാണത്. എത്ര പ്രതികൂലം ഉണ്ടെങ്കിലും എത്ര പ്രശ്നം ഉണ്ടെങ്കിലും ദൈവത്തിന് കീഴടങ്ങുന്ന ഒരു മനോഭാവം, വേറെ ആർക്കും കീഴടങ്ങിയില്ലെങ്കിലും വേറെ ആരുടെ മുമ്പിൽ പോയി നിന്ന് കൊടുത്തില്ലെങ്കിലും ദൈവത്തിന് മുമ്പിൽ കീഴടങ്ങുന്ന ഒരു മനോഭാവം ഉണ്ടെങ്കിൽ ദൈവം ഏത് പ്രതിസന്ധിയിൽ നിന്നും ദൈവം നമ്മളെ കരകയറ്റിയെടുക്കും. മനുഷ്യൻ്റെ മുമ്പിലല്ല നമ്മൾ താഴേണ്ടത്, അല്ലെങ്കിൽ മനുഷ്യൻ്റെ മുമ്പിൽ പോയല്ല നമ്മൾ കീഴടങ്ങി കൊടുക്കേണ്ടത്. പിന്നെ വ്യക്തമായിട്ട് യാക്കോബിയുടെ പറയുന്നൊരു കാര്യമാണ്, പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുന്നൊരു കാര്യമാണ് ദൈവത്തിന് മുമ്പിൽ കീഴടങ്ങുക എന്നുള്ളത്. നമുക്കറിയാം, ഇന്ന് അനേക മക്കളാണ്, അനേക ആളുകളാണ് ഇന്ന് സ്വസ്ഥതയില്ല, സമാധാനമില്ല, സന്തോഷമില്ല, ജീവിതത്തിലൊരു പ്രത്യാശയില്ലാതെ പല വഴികളിലും പോയി പെട്ട് വേണ്ടാത്ത കേസുകളിലൊക്കെ അകപ്പെട്ട് സമാധാനമില്ലാതെ നശിച്ചു പോകുന്നത്. പക്ഷേ ഇവിടെ വ്യക്തമായിട്ട് ബൈബിൾ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്, ദൈവത്തിന് കീഴടങ്ങുവിൻ. ദൈവത്തിന് മുമ്പിൽ കീഴടങ്ങിയാൽ ദൈവം നമുക്ക് സമാധാനവും സന്തോഷവും ഉണ്ടാക്കി തരും. കർത്താവേ, ഞാനൊരു തെറ്റുകാരനാണ്, എനിക്കൊരു പാപം വന്നുപോയി, എനിക്കൊരു തെറ്റ് വന്നുപോയി, എന്നെ ദൈവം സഹായിക്കണേ, എൻ്റെ പാപത്തെ അവിടെ നിന്ന് ക്ഷമിക്കണേ, എന്നെ ദൈവം അനുഗ്രഹിക്കണമേ, എനിക്ക് സമാധാനം തരണേ, സന്തോഷം തരണേ എന്ന് പറഞ്ഞാൽ, കീഴടങ്ങിയാൽ, ദൈവത്തിന് മുമ്പിൽ പോയി ആയുധം വയ്ക്കുന്ന പോലെ, ആയുധം വച്ച് സമർപ്പിക്കുന്നത് പോലെ, ദൈവമേ എനിക്ക് സമാധാനവും സന്തോഷവും പ്രത്യാശയും കർത്താവിൻ്റെ ജീവിതത്തെ സമർപ്പിക്കുകയാണെന്ന് പറഞ്ഞ് നമ്മൾ കീഴടങ്ങി കൊടുത്താൽ അന്നു മുതൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ